2024 വരെയുള്ള കണക്കെടുത്താൽ തോട്ടം മേഖലയിലെ ഉൽപാദനം 3-1 കുറഞ്ഞു. സർക്കാരിന് കിട്ടേണ്ട വരുമാനം 40%. വാഴൂർ സോമന്റെ ജീവിതം എന്താണെന്ന്, ജീവിച്ചു കാണിച്ചത് എന്താണെന്ന് ഈ വാക്കുകളിലുണ്ട്. പ്രാണൻ വെടിയുന്ന അവസാന നിമിഷവും അദ്ദേഹത്തിന്റെ പോരാട്ടം ഇടുക്കിയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയായിരുന്നു. സംസാരത്തിന്റെ അവസാനം സോമേട്ടൻ പറഞ്ഞു, ചില പ്രശ്നം ഞാനൊന്നും മരിച്ചാലും തീരില്ല എന്നുള്ളൊരു വാക്കും കൂടെ സോമേട്ടൻ പറഞ്ഞു. പോകുമ്പോൾ കൈയൊക്കെ തന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് സോമേട്ടൻ പറഞ്ഞത്, എന്നൊന്ന് പിടിക്ക് താങ്ങ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. കോട്ടയം വാഴൂരിൽ ജനിച്ച സോമനെ പീരുമേടിന്റെ നായകനാക്കിയത് പോരാട്ട വീര്യമാണ്. 1976 ഇടുക്കിയിലേക്ക് കുടിയേറിയ സോമൻ AIYF വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തേക്കെത്തി. പിന്നീട് തൊഴിലാളികളെ സംഘടിപ്പിച്ച് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ. തൊഴിലാളി വർഗത്തിനു വേണ്ടി സോമൻ ഏറ്റുവാങ്ങിയ ക്രൂര പോലീസ് മർദ്ദനങ്ങളുടെ ശേഷിപ്പാണ് പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികൾ ഇപ്പോൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യബോധം. വാഴൂർ സോമന്റെ നടപ്പിലും നിൽപ്പിലും അന്ന് അനുഭവിച്ച വേദനയുടെ ആഴം കാണാം. സോമൻ എല്ലാ കാലത്തും ഇടുക്കിയിലെ ജനങ്ങളുടെ അവകാശങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു. തോട്ടം തൊഴിലാളികളുടെ ഏറ്റവും ഉറ്റ സമരമിത്രമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗവും AITUC നേതാവുമായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സോമന് പീരുമേടിന്റെ ജനപ്രതിനിധിയാകാൻ 68-ാം വയസ്സുവരെ കാത്തിരിക്കേണ്ടി വന്നു. ആദ്യ നിയോഗത്തിൽ തന്നെ ജയം. നിയമസഭയിൽ ജീപ്പിലെത്തുന്ന വാഴൂർ സോമൻ കൗതുക കാഴ്ചയ്ക്കപ്പുറം തന്റെ മണ്ണിനെക്കുറിച്ചും ഓർമ്മിപ്പിച്ചു. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് എൻ്റെ മക്കൾ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ അതിന് സമ്മതിച്ചിട്ടില്ല. നമുക്ക് യാത്രയ്ക്ക് വേണ്ടിയാണ് വാഹനം ഉപയോഗിക്കുന്നത്, അല്ലാതെ മറ്റൊരാവശ്യത്തിന് വേണ്ടിയല്ല. സോമൻ എന്ന നേതാവ് വേരാഴ്ത്തി വളർന്ന മലയോരത്തിന്റെ മണ്ണിലേക്കാണ് ഇനി മടക്കം. പോരാട്ടങ്ങളുടെ, ത്യാഗങ്ങളുടെ മനസ്സുകൊണ്ട് ചുവപ്പിച്ചെടുത്ത പീരുമേട്ടിലേക്ക്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.